ഇന്ന് ഞാനാണ്ടാ മീൻ മേടിക്കാൻ വന്നുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള മീൻ ചെമ്മീനായ കാരണം പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ചെമ്മീൻ തന്നെ മേടിച്ച് ഞാൻ തന്നെ നന്നാക്കാന്ന് വിചാരിച്ചു. അത് അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ ഹാപ്പി. മീൻ നന്നാക്കി കഴിഞ്ഞാൽ കുളിച്ചില്ലെങ്കിൽ പിന്നെ ആകെ നാറിയിട്ട് നിൽക്കില്ല. നാറ്റം മാറിയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുള്ള കാരണം കൊണ്ട് വേഗം കയറി കുളിക്കാൻ. അത് തന്നെ വൈകിട്ടാണ് കുളിക്കാറ്. പക്ഷെ ഇന്നെന്തോന്നു കുളിക്കാൻ ഭയങ്കരമായിട്ട് തോന്നിയ കാരണം കൊണ്ട് കുളിയൊക്കെ വേഗം നടത്തിയിട്ട് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാനായിട്ട് ഇറങ്ങി. ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കടയിൽ സാധനം കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു നോക്കി ഇതേ പപ്സും മിക്കുക. അത് കണ്ടോടുകൂടിയിട്ട് എന്റെ വയറൊക്കെ ഇടുന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ നേരെ പോയത് പിന്നെ വില്ലേജ് ഓഫീസിലേക്ക്. അവിടെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. ഇന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ ഉത്സവമായ കാരണം കൊണ്ട് അവിടേക്ക് ക്ഷണിച്ചതായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചിരിക്കുന്ന നേരത്താണ് നമ്മുടെ പ്രവാസി നമ്പർ 1 വിളിക്കുന്നത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അടുത്ത പ്രവാസി നമ്പർ 2 വിളിച്ചുട്ടാ. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി. കാലത്തൊട്ട് നല്ല വിശപ്പുള്ള കാരണം കൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചോക്കെ. പൂരം കാണാനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ട് പിള്ളേരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞാൻ നേരെ വണ്ടി തിരിച്ചുവിട്ടാ. അപ്പോഴാണ് ഒരു ആനക്കൂട്ടം നടന്നു പോകുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോ അച്ഛൻ നമുക്കുള്ള പണി ഒരുക്കിക്കൊണ്ടിരിക്കാട്ടാ. ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ പണി തരും. എനിക്കിത് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ഏറ്റെടുക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ കൂടുതലും നമ്മൾ പോയത് കുന്നംകുളത്തുള്ള മാർക്കറ്റിലേക്കാണ് കേട്ടാ. കാറിന്റെ കുറച്ച് ക്രൈസ് ഉള്ള കാരണം കൊണ്ട് ഞാനൊരു കാർ എടുത്ത് അങ്ങനെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ച്. അപ്പൊ ഓക്കെ ബൈ ട്ടാ.